നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ ഇടിമിന്നലിൽ ഒരു മനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻപീടിക യൂണിറ്റ് ചെറുകിട വ്യാപാരികൾക്ക് പലിശരഹിത വായ്പ നൽകി. കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്റിമേറ്റ് ക്ലബും ഗോൾഡൻ ക്രോപ്സ് ക്ലബും സംയുക്തമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കും. അരിമ്പൂരിൽ കിണറ്റിൽ എല്ലിൻ കഷ്ണങ്ങൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻപീടിക യൂണിറ്റ് ചെറുകിട വ്യാപാരികൾക്ക് പലിശരഹിത വായ്പ നൽകി. ആദ്യഘട്ടത്തിൽ 25 പേർക്കും രണ്ടാം ഘട്ടത്തിൽ 14 പേർക്കുമാണ് വായ്പ നൽകിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻപീടിക യൂണിറ്റ് ഇൻചാർജ് പ്രസിഡന്റ് MS സിദ്ദിഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, ട്രഷറർ കമറുൽ ഹക്ക്, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ്, ട്രഷറർ അബ്ദുറഹീം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹാഷിം, മെഹബൂബ്, യൂണിറ്റ് അംഗം റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ നമ്മുടെ നമ്മുടെ കാരണവരായ അബ്ദുറഹ്മാൻഖാന് ആദ്യമായി വിതരണം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളിൽ നിന്ന് ഒരു കയ്യടി പാസാക്കി അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. കേരളത്തിൽ ആരും ചെയ്തിട്ടുണ്ട് വ്യാപാരി വ്യവസായി എന്നാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത് വന്നത് നിങ്ങളെ പൊക്കിയെടുക്കുക, അതായത് പാവപ്പെട്ട കച്ചവടക്കാരെ സഹായിച്ച് പൊക്കിയെടുക്കുക. നമുക്ക് ഇവിടുത്തെ വരുമാനം നോക്കണ്ടേ? നമ്മളിവിടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറി വെച്ചിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമുക്കൊരു ബിൽഡിങ്ങോ മറ്റു ചുറ്റുപാടോ വരുമാനം ഇല്ല. ഇതിൽ വരുമാനം ഉണ്ടാക്കണം. ഇവിടെ വളരെ കാലങ്ങളായിട്ട് കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്റിമേറ്റ് ക്ലബും ഗോൾഡൻ ക്രോപ്സ് ക്ലബും സംയുക്തമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. കൈപ്പമംഗലം പള്ളിനട RCUP സ്കൂൾ മൈതാനത്ത് നടന്ന വടംവലി മത്സരം കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ജിജോ ചാക്കിയത്ത് അധ്യക്ഷനായി. ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ ബോബി മാളിയേക്കൽ, ഫാദർ സീമോൻ കാഞ്ഞിത്തറ, ഗോൾഡൻ ക്രോപ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സുബിൻ കണ്ടേങ്ങാട്ടിൽ, ഇന്റിമേറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് പണ്ടാരി തുടങ്ങിയവർ സംസാരിച്ചു. 4 ജില്ലകളിൽ നിന്നായി 16ഓളം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഹായ് ഫ്രണ്ട്സ് കൈപ്പമംഗലം 1ാം സ്ഥാനവും ഇന്റിമേറ്റ് കൈപ്പമംഗലം 2ാം സ്ഥാനവും നേടി. ചടങ്ങിൽ രാജു അടിമാലിയെ ആദരിച്ചു. വരാൻ താല്പര്യമോ ആഗ്രഹമോ ഇല്ലാതില്ല. ഇത്തരം പരിപാടികൾക്ക് പങ്കെടുക്കാനും അവിടെ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാനും വളരെ അതിയായ ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കൃത്യസമയത്തും കൃത്യ ദിവസങ്ങളിൽ ഏറ്റെടുത്ത ദിവസങ്ങളിൽ പലപ്പോഴും എത്തിപ്പെടാൻ കഴിയാതെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന ഒരു സദസ്സ് ഞാൻ മറ്റു പല ജില്ലകളിലും കണ്ടിട്ടില്ല. ഇത്രയും ആവേശകരമായ മത്സരം നടക്കുമ്പോഴും കൃത്യമായിട്ട് വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വളരെ ശാന്തമായി അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആ സദസ്സിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ക്ഷണിച്ച ഈ സംഘാടക സമിതിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എടമുട്ടം പാലപ്പെട്ടി കിഴക്കുമുറി ദേശത്തിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. പുളിഞ്ചോട് സെന്ററിൽ നടന്ന ചടങ്ങിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി. 1ാം സമ്മാനത്തിന് അർഹനായ എസൻപുരം അഞ്ചാമ്പരത്തി സ്വദേശി വലിയപറമ്പിൽ പ്രകാശൻ മകൻ അഖിലിന് സ്കൂട്ടർ സമ്മാനിച്ചു. ചടങ്ങിൽ 10 സമ്മാനങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ PS ഷാജഹാൻ, ഷാജി കണ്ണങ്കിലകത്ത്, KB അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിമ്പ്രം ആളുപറമ്പിൽ ശ്രീ ത്രിപുരസുന്ദരി ദേവി ഭദ്രകാളി വിഷുമായ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു.
രാവിലെ 4:30 നിർമാല്യം, 5:30 ഗണപതി ഹവനം, 6:30 ഉഷപൂജ, 8 പന്തിരടി പൂജ, 9 ശീവേലി, 10 കലശാഭിഷേകം, 11 മധ്യാഹ്ന പൂജ, 12 പ്രസാദ ഊട്ടും, ഉച്ചയ്ക്ക് 2 മണിക്ക് വിഷുമായിക്കും മുത്തപ്പനും കളം. വൈകിട്ട് 4:30 പകൽപൂരം, 6:45 ദീപാരാധന, 7:30 അത്താഴപൂജ, 8 തായമ്പക, രാത്രി 10 ഭദ്രകാളി ദേവിക്ക് രൂപക്കളം, 12 ഗുരുതി ദർപ്പണം എന്നിവ നടന്നു. പ്രസിഡന്റ് AV ദാസൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ AA, ട്രഷറർ സജിത രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മയക്കുമരുന്ന് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കീഴ്പുള്ളിക്കര ജനകീയ സമിതിയും ആന്ത്രോപോവ് സോക്കേഴ്സും സംയുക്തമായി വിദ്യാർത്ഥികൾക്കു വേണ്ടി സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷനായി. വാർഡംഗം സജിത സുനിൽകുമാർ, ഷീബ രാമചന്ദ്രൻ, ജനകീയ സമിതി കൺവീനർ TV ദിബു, PM ഹബീബുള്ള, ബഷീർ ബാവ, PH സ്വാലിഹ്, V ഗോകുൽ കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഫുട്ബോൾ ക്യാമ്പ്. ഇതിൻ്റെ കെണിയിൽ പെടുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധി പ്രവർത്തനങ്ങൾ പോലീസും എക്സൈസും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് കീഴ്പുള്ളിക്കരയെ വലിയൊരു മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ തുടക്കം കുറിച്ചത്. അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് കടക്കുമ്പോഴാണ് കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് മദ്യവേനൽ അവധിക്കാലത്ത് അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു ഭാഗമായിട്ടാണ് ഇത്തരം ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നടന്നു വരുന്നു. വളരെ നന്നായി അത് സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കീഴ്പുള്ളിക്കര നളന്ദ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്ത് തട്ടി കളിച്ചൊരു പയ്യൻ കേരള സന്തോഷ് ട്രോഫി ടീമിൽ അംഗമായി വന്നതാണ് നേരത്തെ പറഞ്ഞ അർജുൻ. അപ്പം നമ്മുടെ പ്രദേശത്ത് സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും 22 ലക്ഷത്തിലധികം വില വരുന്ന സ്വർണവുമായി മുങ്ങിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലൂർ പോലീസ് പിടികൂടി. തൃശൂർ അഞ്ചേരിച്ചിറയിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും 2 ദിവസം മുമ്പ് കടന്നുകളഞ്ഞ ബംഗാൾ സ്വദേശി വരുൺ ജനയാണ് പിടികൂടിയത്. കൊല്ലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഫൈസൽ, സബ് ഇൻസ്പെക്ടർ ജിസ് മാത്യു, ജൂനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉല്ലാസ്, സിവിൽ പോലീസ് ഓഫീസർ നിരാജ് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കടുവശ്ശേരി തച്ചുകുന്ന് സഫിയ വധക്കേസിൽ അറസ്റ്റിലായ പ്രതിയെ സ്വർണം വിറ്റ ജുവല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കടുവശ്ശേരി തച്ചോത്ത് വീട്ടിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ 70 വയസ്സുള്ള സഫിയ ഏപ്രിൽ 11 കൊല്ലപ്പെട്ടത്. തനിച്ചു താമസിച്ചിരുന്ന സഫിയയെ വൈകുന്നേരം പ്രതി വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. സഫിയയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളകളും പ്രതി കവർന്നു. ശരത്തിന്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്നും സഫിയയുടെ സ്വർണ്ണമാലയും 3 വളകളും പോലീസ് കണ്ടെടുത്തിയിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് എരുമപ്പെട്ടിയിലെ ജുവല്ലറിയിൽ ഒരു വള വിൽപ്പന നടത്തിയതായി പ്രതി അറിയിച്ചത്. ചിരിയും ചിന്തയും പകർന്നു നൽകുന്ന ഓട്ടൻതുള്ളൽ ആസ്വദിക്കാൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തുന്നത് നിരവധി ഭക്തജനങ്ങൾ. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പകൽ ശീവേലിക്ക് ശേഷമാണ് കിഴക്കേ നടപ്പുരയിൽ ഓട്ടൻതുള്ളൽ നടക്കുന്നത്. വൃത്താകൃതിയിൽ ആസ്വാദകരും നടുവിൽ തുള്ളൽ അവതരിപ്പിക്കുന്ന ആളും സംഘവും. ഇതാണ് കൂടൽമാണിക്യത്തിലെ അവതരണ രീതി. കല്യാണ സൗഗന്ധികം, കിരാതം, രാമാനുചരിതം, ഗണപതി പ്രാതൽ തുടങ്ങിയ കഥകളാണ് ഇവിടെ ഓട്ടൻതുള്ളലിൽ അവതരിപ്പിക്കുന്നത്. രാജീവ് വെങ്കിടങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വർഷം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. അരിമ്പൂരിൽ കിണറ്റിൽ എല്ലിൻ കഷ്ണങ്ങൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അരിമ്പൂർ ന്യൂ ജനറേഷൻ റോഡിനടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലനാണ് എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചത്. വീടിന് പുറകിലുള്ള കിണറ്റിൽ വെള്ളം കോരുന്ന സമയത്ത് കിണറ്റിലേക്ക് മറ്റൊരു കയർ കാണുകയും കയർ പൊക്കി കയറ്റി നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് ചാക്കിൽ കല്ല് കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ചാക്ക് വലിച്ചു കയറ്റി പരിശോധിച്ചപ്പോൾ ചാക്കിൽ 6ഓളം ചെറിയ എല്ലിൻ കഷ്ണങ്ങളും സ്ത്രീയുടെ അടിവസ്ത്രവും കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ ആളുകൾ പരിഭ്രാന്തരാകുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്
പറഞ്ഞു. ലോക തൊഴിലാളി ദിനത്തിൽ അനുമോദനവുമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ചെമ്മാപ്പള്ളി പെരിങ്ങോട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി KSRTCയിലെ ജീവനക്കാരനും രാംപ്രസ്ഥാൻ സംഘടന ഏർപ്പെടുത്തിയ മാനവ ശ്രീ പുരസ്കാര ജേതാവുമായ ഗിരീഷ് ഏറാട്ടിനെ വസതിയിലെത്തി അനുമോദിച്ചു. മാധ്യമ പ്രവർത്തകനായ സായൂജ് തൃപ്രയാറിനെയും ചടങ്ങിൽ അനുമോദിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീഷ ചെയർമാൻ AB സജീവൻ ലോക തൊഴിലാളി ദിനം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, കവി ദിനേശ് രാജ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസൻ ചെമ്മാപ്പള്ളി, വില്ലി പട്ടത്താനം, ഷീജ ജോഷി, ഷംസുദ്ദീൻ കടുകപ്പീടികയിൽ, സക്കീന റസാഖ് എന്നിവർ പ്രസംഗിച്ചു. ശക്തമായ ഇടിമിന്നലിൽ ഒരുമനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. കഴുത്തുകല്ലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് കത്തിനശിച്ചത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പൊട്ടിത്തെറിയുടെ വലിയൊരു ശബ്ദം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് റെസ്റ്റോറന്റ് കത്തുന്നതായി കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നു. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതായും സമീപത്തു കാണാം. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാരൻ പറഞ്ഞു. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. പുലർച്ചെ 2:30 തൃശൂർ റോഡിലാണ് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സും തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന മറ്റൊരു ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ഒനിറോ ജംഗ്ഷനിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. പരിക്കേറ്റ 15 പേരെയും ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതിരപ്പള്ളി അരൂർമൊഴിയിൽ ഊട്ടുതിരുനാൾ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. റോഡരികിലെ വീട്ടിൽ ഓടിക്കയറിയാണ് ഇരുവരും രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു സംഭവം. വെറ്റിലപ്പാറ 14-ൽ താമസിക്കുന്ന പറങ്കി വീട്ടിൽ സോജുവിന്റെ ഭാര്യ സ്മിൽബി, മകൾ സോന എന്നിവരാണ് ആനയുടെ മുമ്പിൽ അകപ്പെട്ടത്. അരൂർമൊഴി സെന്റ് പോൾസ് പള്ളിയുടെ ഊട്ടുതിരുനാളിനു ശേഷം 2.5 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇരുവരും. പെട്ടെന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും കയറി വന്ന കൊമ്പനാനയെ കണ്ട് ഇരുവരും തിരിഞ്ഞോടി. ഇവരെ പിന്തുടർന്ന് ആനയും എത്തി. ഇതിനിടെ സമീപത്തെ ബിജു എന്ന യുവാവിന്റെ വീട്ടിലേക്ക് അമ്മയും മകളും ഓടിക്കേറി. തുടർന്ന് ബിജു നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആനയെ ഓടിച്ചു വിടുകയായിരുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂർ തെക്കേക്കര പാടത്തു ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. യാതൊരു സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് കുണ്ടന്നൂർ പാടശേഖരത്തിലെ ഒറ്റമുറി കെട്ടിടത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽ ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. ഇതിനകത്ത് എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കൾ ഉള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ നിന്നും വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ ആഗ്രോ നഴ്സറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു കാറിലും ആംബുലൻസ് ഇടിച്ചു. രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ കല്യാണ സൽക്കാരത്തിനിടെ കൂട്ടത്തല്ല്, നിരവധി പേർക്ക് പരിക്കേറ്റു. ആനാപ്പുഴ പാലിയം തുരുത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. പാത്രങ്ങൾ കൊണ്ടുള്ള ഏറിൽ ഒരു കുട്ടിയുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4ാം ദിവസം രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. ബാസ്റ്റ്യൻ വിനയ് ശങ്കർ സംഗമേശന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തനും കുട്ടൻ അർജുനനും കൂട്ടാനകളായി. പെരുവല്ലം സതീശന്മാരുടെ നേതൃത്വത്തിലുള്ള 100ഓളം കലാകാരന്മാരുടെ പഞ്ചാരിമേളം 4ാം ഉത്സവത്തിന് മാറ്റേകി. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള വേദികളിൽ നിരവധി കലാപരിപാടികൾ അരങ്ങേറും.
വേലൂർ 9-ാം വാർഡ് വെങ്ങിലിശ്ശേരിയിൽ വീട്ടിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ഒലക്കയെങ്കിൽ ആനമുട്ടി ഷീല ബെനിഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായിപ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരക്കുന്നത് കണ്ട് വീട്ടുകാർ വന്നു നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമണിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് സംഘം അഷറഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. പുലർച്ചെ 3:30 സംഭവം. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം അയിനിപ്പള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ കൗൺസിലറുമായിരുന്ന സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. കിടപ്പുമുറിയിലെ മേൽക്കൂര മിന്നലിൽ പൊട്ടിപ്പിളർന്ന് സിമന്റ് കഷ്ണങ്ങൾ ദേഹത്ത് പതിച്ചതോടെ ഇവർ പുറത്തേക്ക് ഓടി. പരിക്കേറ്റ 3 പേരെയും അയൽവാസികൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജിന്റെ കൈക്കും ദേഹത്തും പരിക്കുണ്ട്. മകൾ ധ്വനിയുടെ തലയ്ക്കാണ് പരിക്ക്. സ്മൃതിയുടെ കൈക്കും വയറിനും പരിക്കേറ്റു. വീട്ടിലെ വൈദ്യുതി മീറ്ററിന്റെ ബോർഡ് പൊട്ടിത്തെറിച്ചു. വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും പൊട്ടി വീടിന്റെ മുകളിലെ വാർപ്പിൽ കുഴി രൂപപ്പെട്ടു. ഇവിടെ ഇരുമ്പ് കോണി വെച്ചിരുന്ന ഭാഗം പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എടമുട്ടത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശി ശാർക്കര വീട്ടിൽ 50 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. എടമുട്ടം പടിഞ്ഞാറ് കാപ്പിരിക്കാവ് ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള ഒരു വീട്ടുപറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിന്റെ ആൾമറ ഭിത്തിക്ക് മുകളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ പരിസരവാസികളാണ് മൃതദേഹം കണ്ടത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ ഇടിമിന്നലിൽ ഒരു മനയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻപീടിക യൂണിറ്റ് ചെറുകിട വ്യാപാരികൾക്ക് പലിശരഹിത വായ്പ നൽകി. കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇന്റിമേറ്റ് ക്ലബും ഗോൾഡൻ ക്രോപ്സ് ക്ലബും സംയുക്തമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കും. അരിമ്പൂരിൽ കിണറ്റിൽ എല്ലിൻ കഷ്ണങ്ങൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.